കേരളത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ അതീവ ഗുരുതരമായ പ്രശ്നങ്ങളാണ് നേരിടുന്നത്. ഒരു വർഷം ഒരു കുടുംബത്തിന് 100 തൊഴിൽ ദിനങ്ങൾ നൽകണമെന്നതാണ് ഈ നിയമത്തിൽ പറയുന്ന സുപ്രധാനമായ കാര്യം. കാലോചിതമായ മാറ്റങ്ങൾ ഉൾപ്പെടുത്താൻ ഗവൺമെന്റുകൾ തയ്യാറായിട്ടില്ല. 699 രൂപ മിനിമം വേതനം കേരളത്തിൽ നടപ്പാക്കണമെന്നതാണ് ഈ സമരത്തിലൂടെ നമ്മൾ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. നമസ്കാരം. നമ്മുടെ സംസ്ഥാനത്തെ തൊഴിലുറപ്പ് തൊഴിലാളികളും നിലവിലിപ്പോൾ നിരവധി പ്രശ്നങ്ങളാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ ഒരു വർഷം ഒരു തൊഴിലാളിക്ക് 100 തൊഴിൽ ദിനങ്ങളെങ്കിലും ലഭിക്കുന്നുണ്ടോ? എല്ലാ പഞ്ചായത്തുകളിലും ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ നടപ്പിലാകുന്നുണ്ടോ? നിരവധി ചോദ്യങ്ങളും പ്രശ്നങ്ങളുമാണ് തൊഴിലുറപ്പ് തൊഴിലാളികൾ അനുഭവിക്കുന്നത്. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിപ്പോൾ തൊഴിലാളികൾ തന്നെ തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. കേരളത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ അതീവ ഗുരുതരമായ പ്രശ്നങ്ങളാണ് നേരിടുന്നത്. നിയമത്തിൽ പറയുന്ന ഒരു വർഷം ഒരു കുടുംബത്തിന് 100 തൊഴിൽ ദിനങ്ങൾ നൽകണമെന്നതാണ് ഈ നിയമത്തിൽ പറയുന്ന സുപ്രധാനമായ കാര്യം. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് പ്രതിവർഷം 200 തൊഴിൽ ദിനങ്ങൾ നൽകണമെന്നാണ്. കേരളത്തിൽ നിലവിൽ 100 തൊഴിൽ ദിനങ്ങൾ നൽകിയത് 941 പഞ്ചായത്തുകളിൽ 30% താഴെ മാത്രമാണ്. മുൻകാലങ്ങളിൽ 100 ദിവസം തൊഴിൽ നൽകിയ പഞ്ചായത്തുകളാണ് ബഹുഭൂരിപക്ഷമെങ്കിൽ ഇപ്പോൾ തൊഴിലാളികൾക്ക് തൊഴിൽ നൽകുന്നതിൽ പിന്നോട്ട് പോകുന്ന പഞ്ചായത്തുകളാണ് ഏറെയും. വർഷങ്ങളായി 2005 ആരംഭിച്ച ഈ പദ്ധതിക്ക് ആവശ്യമായ പരിഷ്കാരങ്ങൾ വരുത്താൻ, കാലോചിതമായ മാറ്റങ്ങൾ ഉൾപ്പെടുത്താൻ ഗവൺമെന്റുകൾ തയ്യാറായിട്ടില്ല. സംസ്ഥാന ഗവൺമെന്റിന് നിരവധി കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. തൊഴിലാളികളുടെ ആരോഗ്യ സുരക്ഷയെ സംബന്ധിച്ച് ഒരു നടപടിയില്ല. അവരുടെ പെൻഷനുമായി ബന്ധപ്പെട്ടൊരു ക്ഷേമ പദ്ധതി ആരംഭിക്കാൻ തീരുമാനിക്കുകയും ക്ഷേമനിധി രൂപീകരിക്കാനും ഗവൺമെന്റ് പ്രഖ്യാപിച്ചെങ്കിലും ഫലപ്രദമായ ഒരു നടപടി ആ കാര്യത്തിനകത്തുണ്ടായിട്ടില്ല. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവരുടെ കൂലിയെ സംബന്ധിച്ചാണ്. നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് ഒരു തൊഴിലാളിക്ക് കർഷക തൊഴിലാളികളുടെ മിനിമം വേതനം കൊടുക്കണമെന്നാണ്. രാജ്യത്തെ കർഷക തൊഴിലാളികളുടെ, കേരളത്തിലെ കർഷക തൊഴിലാളികളുടെ മിനിമം വേതനം 699 രൂപയാണ്. 699 രൂപയ്ക്ക് വരെ 369 രൂപയാണ് നമ്മളിപ്പോൾ കൊടുക്കുന്നത്. അപ്പോൾ 699 രൂപ മിനിമം വേതനം കേരളത്തിൽ നടപ്പാക്കണമെന്നതാണ് ഈ സമരത്തിലൂടെ നമ്മൾ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. അതുപോലെ തന്നെ ഈ തൊഴിലിൽ ഏർപ്പെടുന്ന ആളുകൾ തൊഴിലിനിടയിൽ എന്തെങ്കിലും ആപത്ത് സംഭവിച്ചാൽ, അവർക്ക് അപകടം സംഭവിച്ചാൽ അവർക്ക് സുരക്ഷയില്ല, അവരുടെ കുടുംബാംഗങ്ങൾക്ക് സുരക്ഷയില്ല, അവർക്ക് ചികിത്സാ സൗകര്യങ്ങളില്ല, അവർക്ക് പെൻഷനില്ല, അവർക്ക് മറ്റ് സംവിധാനങ്ങളൊന്നുമില്ല. അപ്പോൾ ഈ പദ്ധതിയെ ജനകീയമാക്കി മാറ്റി, ജനോപകാരപ്രദമാക്കി മാറ്റി, അവർക്ക് ആവശ്യമായ സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ നടപ്പാക്കി വേതനം വർദ്ധിപ്പിക്കുകയും 200 ദിവസത്തെ തൊഴിൽ ദിനങ്ങൾ കൊടുക്കുകയും ചെയ്യണമെന്നാണ് INTUC ഈ പ്രക്ഷോഭത്തിലൂടെ മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ പ്രക്ഷോഭത്തിന് മുന്നോടിയായി തന്നെ എല്ലാ പഞ്ചായത്തുകളിലും, എല്ലാ നിയോജക മണ്ഡല കേന്ദ്രങ്ങളിലും, താലൂക്ക് കേന്ദ്രങ്ങളിലും നടന്ന സമരങ്ങൾക്ക് ശേഷമാണ് തിരുവനന്തപുരം നഗരത്തിൽ സെക്രട്ടേറിയറ്റ് നടയിലേക്ക് എല്ലാ ജില്ലകളിൽ നിന്നുള്ള ഞങ്ങളുടെ സഹപ്രവർത്തകർ പങ്കെടുത്ത് സമരം നടക്കുന്നത്.